ഹലോ ഫ്രണ്ട്സ്, RJ വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാലട പായസം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിലേക്ക് 1/2 കപ്പ് അട, 3/4 കപ്പ് പഞ്ചസാര, പിന്നെ ഒരു കവറ് പാല്, പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് നെയ്യ്. ഇനി ഇതിൽ നമുക്കൊരു കുക്കർ എടുക്കാം. കുക്കറിലേക്ക് ഒരു പാക്കറ്റ് പാല് നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിക്കാം. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാരയും ചേർത്ത് നമുക്കൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. തിളക്കുന്നത് വരെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി നമുക്ക് പാലടയ്ക്ക് വേണ്ടിയുള്ള അട വേവിച്ചെടുക്കാം. നമുക്കൊരു സോസ് പാനിൽ വെള്ളം ഒഴിക്കാം. വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് അട ചേർക്കാം. അപ്പം നമ്മുടെ പാലൊക്കെ തിളച്ച് വരാറായി തുടങ്ങിയിട്ടുണ്ട്. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് കുക്കർ മൂടി വയ്ക്കാം. ഇതൊരു 3/4 മണിക്കൂർ വരെ ലോ ഫ്ലെയിമിൽ കിടന്ന് നമ്മുടെ പാല് നല്ലോണം വേവണം. 3/4 മണിക്കൂറാകുമ്പോൾ നമ്മുടെ പാലിൻ്റെ കളറൊക്കെ മാറി പിങ്ക് കളറായിട്ടുണ്ടാകും. അതാണ് പാലടയുടെ കളറ്. അങ്ങനെ നമ്മുടെ അടയുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അട ഞാൻ 3 പ്രാവശ്യം കഴുകിയായിരുന്നു കേട്ടോ. കഴുകിയതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് തിളച്ച വെള്ളത്തിലേക്ക് അട ചേർക്കുന്നത്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. 1/2 മണിക്കൂർ നമുക്ക് ഇത് മൂടി വയ്ക്കാം. 1/2 മണിക്കൂറിന് ശേഷം നമുക്കിത് അട വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ അടയൊക്കെ നന്നായി നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ അടയിൽ കുറേ സ്റ്റാർച്ച് ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഒരു 3 പ്രാവശ്യം ഇങ്ങനെ നല്ല വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിക്കൊണ്ടിരിക്കാം. ഞാൻ 3/4 മണിക്കൂർ കഴിഞ്ഞ ശേഷം കുക്കർ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ പാൽ പിങ്ക് കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ ചൂടായ ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന അട ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പായസമാണിത്. നമ്മൾ സദ്യകളിലൊക്കെ വിളമ്പുന്ന അതേ റെസിപ്പി തന്നെയാണിത്. ഇനി നമുക്കൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. ഇങ്ങനെ അരിച്ചെടുക്കുന്നത് പാലിൽ വല്ല പാട വല്ലതുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ് അരിച്ചെടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതേപോലത്തെ ചെറിയ ചെറിയ റെസിപ്പിയുമായി ഞാൻ എല്ലാ ദിവസവും വരുന്നതാണ്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പാലട ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ശേഷം നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എല്ലാവർക്കും എൻ്റെ ഈ പാലട ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.